ഇന്നും ഒരു യൂസ്ഫുൾ ക്രാഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവില്ല, പക്ഷേ ജേർണൽ ചെയ്യണ നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് നന്നായിട്ട് യൂസ് ആവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ ക്രാഫ്റ്റ് ചാനലുകളിൽ കണ്ടിട്ടുണ്ട് ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്കർ വരച്ചെടുത്ത് ഒട്ടിക്കണത്. അത് കാണുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. ഇപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ? അപ്പോൾ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇങ്ങോട്ട് പോരെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമ്മളൊരു 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു കട്ടിയുള്ള പേപ്പർ നല്ല കട്ടിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുക ആ സ്റ്റിക്കിലോട്ട് ഞാനിവിടെ ഇപ്പോൾ ഫെവി സ്റ്റിക്ക് വെച്ച് ഒട്ടിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഫെവി സ്റ്റിക്ക് വെച്ച് ഒന്നും നടക്കില്ല, അതുകൊണ്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്വീസ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ക്യൂട്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കേഴ്സ് കണ്ടോ, ഈ മാർക്കർ വെച്ചിട്ടാണ് ഞാൻ ആ കളർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ മാർക്കറിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒട്ടിക്കുന്ന ഈ സ്റ്റിക്കറും കണ്ടോ, ഇതും ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ 5-6 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒരു കട്ടിയുള്ള പേപ്പറിലോട്ട് ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ടീച്ചറിൻ്റെ ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ട്വീസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ പിടിക്കുന്ന ഭാഗം കുറച്ച് ബ്ലാങ്ക് ആയി തോന്നി, അപ്പോൾ ഞാൻ അവിടെയും കൂടെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറിച്ച് നോക്കുന്നുണ്ട്, അടിപൊളിയാണ്, വർക്കിംഗ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നും ഒരു യൂസ്ഫുൾ ക്രാഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവില്ല, പക്ഷേ ജേർണൽ ചെയ്യണ നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് നന്നായിട്ട് യൂസ് ആവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ ക്രാഫ്റ്റ് ചാനലുകളിൽ കണ്ടിട്ടുണ്ട് ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്കർ വരച്ചെടുത്ത് ഒട്ടിക്കണത്. അത് കാണുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. ഇപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ? അപ്പോൾ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇങ്ങോട്ട് പോരെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമ്മളൊരു 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു കട്ടിയുള്ള പേപ്പർ നല്ല കട്ടിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുക ആ സ്റ്റിക്കിലോട്ട് ഞാനിവിടെ ഇപ്പോൾ ഫെവി സ്റ്റിക്ക് വെച്ച് ഒട്ടിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഫെവി സ്റ്റിക്ക് വെച്ച് ഒന്നും നടക്കില്ല, അതുകൊണ്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ കേട്ടോ.